ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഫ്ലൈയിങ് മിഷണറി ഫാമിലിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതുല്യ നാമത്തിൽ എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി നമുക്ക് വായിക്കാം അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. നാം ഇവിടെ ഈ വേദഭാഗം വ്യക്തമായി പഠിച്ചു കഴിഞ്ഞാൽ ഹെരോദാവ് യേശുവിൻ്റെ ശിഷ്യനായ യാക്കോബിനെ പിടിച്ച് വാൾ കൊണ്ട് കൊന്നു. അടുത്ത ശിഷ്യനായ പത്രോസിനെ കൊല്ലുവാൻ വേണ്ടി ഹെരോദാവ് പത്രോസിനെ പിടിച്ച് തടവിൽ സൂക്ഷിച്ചു വരികയാണ്. പത്രോസിനെ പിടിച്ചു തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ അവിടെ കാണുന്നു സഭ ശ്രദ്ധയോടെ പത്രോസിനു വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി. നമ്മളിവിടെ വ്യക്തമായി നിരീക്ഷിച്ചു കഴിഞ്ഞാൽ പത്രോസിനെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പത്രോസ് ഇനി പുറത്തു വരാൻ കഴിയത്തില്ല. തലേന്നും യാക്കോബിനെ കൊന്നതുപോലെ അതുപോലൊരു മരണം പത്രോസും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പത്രോസിനെ സൂക്ഷിപ്പാൻ തന്നെ 4 ചേവകരുള്ള 4 കൂട്ടത്തിനാണ് പത്രോസിനെ സൂക്ഷിപ്പാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. യാതൊരു കാരണവശാലും പത്രോസിന് പുറത്തു വരാൻ കഴിയത്തില്ല. പത്രോസിനെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. പത്രോസിനെ സൂക്ഷിച്ചു വരുന്ന ജയിലിന്റെ വാതിലിന് മുമ്പിൽ അപ്പുറവും ഇപ്പുറവും കാവൽ നിർത്തിയിരിക്കുന്നു. പത്രോസ് കിടന്നുറങ്ങുന്ന ജയിലിനുള്ളിൽ പത്രോസിന്റെ അപ്പുറവും ഇപ്പുറവും കാവൽ നിർത്തിയിരിക്കുന്നു. യാതൊരു വിധത്തിലും പത്രോസ് പുറത്തു പോകരുത് എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി തന്നെയാണ് ഇത്രയും കാവൽക്കൂട്ടത്തെ ഹെരോദാവ് ഇടുവാൻ ഇടയായത്. എന്നാൽ ഹെരോദാവ് ഇത്രയും കാവൽ നിർത്തിയപ്പോൾ സഭ ശ്രദ്ധയോടെ പത്രോസിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇടയായി. സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം കേട്ടു. ദൈവം തൻ്റെ സ്വദൂതനെ അയച്ച് തടവറയിൽ കിടന്ന പത്രോസിനെ, ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട പത്രോസിനെ, 4 ചേവകർ കാവലായിരുന്ന പത്രോസിനെ ദൈവം അവരാരും അറിയാതെ തന്നെ പുറത്തു കൊണ്ടുവരുവാൻ ഇടയായി. പ്രിയ ദൈവമക്കളെ, ഇന്ന് ഈ ലോകത്ത് ഒട്ടനവധി ബന്ധനങ്ങളാൽ കഴിയുന്ന ജനമുണ്ട്. പലരും കടഭാരത്താൽ, സാമ്പത്തിക ക്ലേശങ്ങളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു. പലരും വിവാഹ ജീവിതത്തിൽ കുടുംബകലഹത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു. മദ്യപാനത്തിലും മയക്കുമരുന്നിലും തലമുറകൾ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു. രോഗത്താൽ പലരും ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു. ഇങ്ങനെ പല വിധത്തിലും ജനം ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു. ഈ ബന്ധിക്കപ്പെട്ടവരെ വിടുവിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു ശക്തനാണ്. നമ്മളിവിടെ വ്യക്തമായി പഠിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു തരത്തിലും ബന്ധിക്കപ്പെട്ടവനായി കിടക്കുന്ന പത്രോസിനെ പുറത്തു വരാൻ ഒരിക്കലും കഴിയത്തില്ല. എന്നാൽ സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന കർത്താവായ യേശു ക്രിസ്തു ഈ ബന്ധിക്കപ്പെട്ട പത്രോസിനെ പുറത്തു കൊണ്ടുവരാൻ ഇടയായെങ്കിൽ നിങ്ങൾ ഏത് വിഷയത്തിന്മേൽ ബന്ധിക്കപ്പെട്ടുവോ എൻ്റെ ദൈവത്തിന് ആ വിഷയത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിന് കഴിയും. നിങ്ങളുടെ ഏത് വിഷയമായിക്കൊള്ളട്ടെ, ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചു പറയുമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഒരുപറ്റം പ്രാർത്ഥനാ വീരന്മാർ സജ്ജരാണ്. ഇങ്ങനെ പ്രശ്നങ്ങളാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ച പ്രാർത്ഥന സംരംഭമാണ് ഫ്ലൈയിങ് മിഷണറി ഫാമിലി എന്ന് പറയുന്നത്. നിങ്ങളുടെ വിഷയങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിലോ വാട്സപ്പിലോ മെസ്സേജ് ചെയ്യുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങളുടെ വിഷയങ്ങൾ ദയവ് ചെയ്ത് ഞങ്ങളെ അറിയിച്ചാലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.